ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഓരോ വീഡിയോ ഇടുന്നതിന് മുന്നേ പറയും കുറേ ദിവസമായി വീഡിയോ കണ്ടിട്ടെന്നല്ലേ. അപ്പം ഇനി കുറച്ച് ദിവസം അടുപ്പിച്ച് വീഡിയോസ് ഉണ്ടാവും. അപ്പം ഇത് ഒരു പ്രിപ്പറേഷൻ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ഒരു 3 days ഗേൾസ് ഓൺലി ട്രിപ്പ് പോവുകയാണ് ടു ബാംഗ്ലൂർ. അപ്പം ആക്ച്വലി ഞങ്ങൾ ലാസ്റ്റ് ഇയർ അല്ല, അതിന് മുന്നത്തെ ഇയർ പോയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഈ 4 പേര് ഗേൾസ് ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ വർഷം ഞങ്ങൾക്കൊരു ബ്രേക്ക് വന്നു. അപ്പോൾ ഈ വർഷം ഞങ്ങൾ വീണ്ടും അങ്ങനെ പോകാനായിട്ട് ഉള്ളൊരു പ്ലാനിങ് ആണ്. ഫ്രൈഡേ ഈവനിങ് പോയിട്ട് ട്യൂസ്ഡേ മോർണിംഗ് വരും, അങ്ങനെയാണ് പ്ലാനിങ്. സോ ഞങ്ങൾ ഇതിപ്പം തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേ ഞാൻ ഓഫീസും ജിമ്മും ഒക്കെ കഴിഞ്ഞ് വന്ന് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇന്നൊരു ഹെയർ വാഷ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാധാരണ ഞാൻ വെനസ്ഡേ ആണ് ഹെയർ വാഷ് ചെയ്യാറ്, ബട്ട് ഇതിപ്പം ഫ്രൈഡേ എനിക്ക് പോകണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു തേഴ്സ്ഡേ ഈ പ്രിപ്പറേഷനെല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സ്ഥിരം എണ്ണ ചൂടാക്കുകയാണ്. ഞാൻ ഹെയറിൽ യൂസ് ചെയ്യുന്ന ഓയിലും റോസ്ബെറി ഓയിലും പിന്നെ കാസ്റ്റർ ഓയിലും, ഇത് ഇത്രയും കൂടെ വെച്ചിട്ട് ഈ ഒരെണ്ണത്തിനകത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഹെൽത്തി ഫൈൽ മീൽ ഡയറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി സക്സസ്ഫുള്ളി ഞാൻ 1 month ചീറ്റ് ഡേ ആക്കിയിട്ടേക്കാണ്. എന്തിനാണ് ഞാൻ ആ പൈസ കൊടുത്തത് എനിക്ക് മനസ്സിലായില്ല. 1 month ഒരു ദിവസം പോലും ഞാൻ മുടങ്ങാതെ ചീറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ സ്വന്തമായിട്ട് ചെയ്യുമായിരുന്നെങ്കിൽ കൂടി ഞാൻ കുറച്ച് ദിവസമെങ്കിലും നോക്കിയേനെ. ഇതിപ്പം പൈസ കൊടുത്ത് ചെയ്യുന്നതുകൊണ്ടാണെന്ന് ഒരു ദിവസം പോലും ഞാൻ ആക്ച്വലി കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല. എന്നും എന്തെങ്കിലുമൊക്കെ ഞാൻ കഴിക്കും. അങ്ങനെ ഡയറ്റ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഡയറ്റ് ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നു. പ്ലസ് ഞാൻ എനിക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങളും, സ്വീറ്റ്സ് ആയാലും ചോക്ലേറ്റ്സ് ആയാലും ചായ ഞാൻ കുറേ കട്ട് ചെയ്തു. ബട്ട് എന്നാലും മോസ്റ്റ് ഓഫ് ദ ഡേയ്സിൽ ചായ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ എക്സ്ട്രാ എടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ 1 month നന്നായിട്ട് ഫ്ലോപ്പായിട്ടുണ്ട്. സോ എനിക്ക് ഇനിയെങ്കിലും അത് നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. എനിക്കറിയില്ല കേട്ടോ, എന്താ ഭയങ്കര ഫ്ലോപ്പാകുമ്പോൾ നമുക്കൊരു റിഗ്രറ്റ് അടിക്കുമല്ലോ. ആ ഒരു റിഗ്രറ്റ് മൂഡിലാണ് ഞാനിപ്പം. ഓക്കെ, അങ്ങനെ ഫൈനലി ഞാൻ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും മീൻസ് ഭയങ്കരമായിട്ട് ക്രേവിങ്സ് പോലെ വന്നു. അങ്ങനെ ഞാൻ 2 മുട്ട എടുത്തു. മുട്ട എടുത്തിട്ട് പിന്നെ അതിനകത്തോട്ട് ഞാൻ വെറുതെ മുട്ട കഴിച്ചാൽ എനിക്ക് എന്തെങ്കിലും കഴിച്ചു എന്നൊരു തോന്നൽ വരത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് കുറച്ച് പൊടികളൊക്കെ, എഗ് റോസ്റ്റ് മസാല, പിന്നെ ചില്ലി ഫ്ലേക്സ്, കുരുമുളക്, ഉപ്പ്, അങ്ങനെയുള്ള കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കും. അങ്ങനെ ആകുമ്പം എനിക്ക് എന്തെങ്കിലും കഴിച്ചു എന്നൊരു അത് വരും. അല്ല വെറുതെ നമ്മൾ മുട്ട ഉപ്പിട്ട് കുരുമുളക് ഇട്ട് കഴിച്ചാൽ എനിക്ക് ആ ഒരു ഫീലിങ്സ് കിട്ടത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ എനിക്ക് രാത്രിയിൽ ഇങ്ങനെ ബട്ടർ മിൽക്ക് അതുണ്ട്, അതിൻ്റെ ഡയറ്റിലുള്ളതാണ്. ഡിന്നറിൻ്റെ ഒപ്പം ബട്ടർ മിൽക്ക് കുടിക്കണം. സോ ഞാനപ്പം അതെടുക്കുകയാണ്. ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കിങ്ങനെ വാങ്ങിച്ച് വെക്കാനായിട്ടൊരു സൗകര്യമില്ല. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് എപ്പോഴും ഇങ്ങനെ ഈ ഒരു പാക്കറ്റ് വാങ്ങിക്കുകയാണ് ചെയ്യാറ്. അതിൻ്റെ കൂടെ ചിയാ സീഡും കൂടെ ഇട്ട് മിക്സ് ചെയ്താണ് എനിക്ക് കുടിക്കേണ്ടത്. സോ അതെടുത്തു. പിന്നെ ഞാൻ രാവിലെ ഓൾറെഡി മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, വൈകുന്നേരം വരുമ്പോൾ കഴിക്കാനായിട്ട്. ഞാനത് വിട്ടേ പോയി, അതുകൊണ്ട് അതും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെടുത്ത് എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്ത്, ഹെയറിലും സ്ട്രാൻഡ്സിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തു. അതായത് ഇനി കഴിഞ്ഞിട്ട് ഞാൻ ട്യൂസ്ഡേ വരുമ്പോഴേ മിക്കവാറും ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് അപ്പം തന്നെ ചെയ്യുന്നത്. അങ്ങനെ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ട് മുടിയൊക്കെ കെട്ടി വെച്ച് കഴിക്കാൻ ഇരിക്കുകയാണ്. ഇപ്പം കഴിച്ച് കഴിഞ്ഞ് ഇത് ചെയ്യാനിരിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതെല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാനായിട്ട്. സോ ഞാനതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചേക്കുവാണ്. മുടിയൊക്കെ നന്നായിട്ട് പൊക്കി കെട്ടി വയ്ക്കും. ഓക്കെ, അങ്ങനെ ഞാൻ ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു മെഷീൻ വെക്കുകയാണ് കേട്ടോ. ഞാൻ കുറേ നാളായി ഈ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ട്. ഞാൻ ആക്ച്വലി അത് കാണുന്നുണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിലാണോ അതോ ഫ്ലാറ്റിലാണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സോ ഞാൻ പിന്നെ അത് ഫ്ലാറ്റിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ചു. അങ്ങനെ പിന്നെ അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഓയിൽ നന്നായിട്ട് നമ്മളുടെ ഹെയറിലേക്ക് അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് കേട്ടോ പറയുന്നത്. എനിക്ക് ഇത് ചെയ്ത് കഴിയുമ്പം എനിക്ക് ഫീലായിട്ടുള്ളത് നന്നായിട്ട് നമ്മളുടെ ഹെയർ ചൂടാവാറുണ്ട്. അപ്പം
വാമാകുമ്പം സ്വാഭാവികമായിട്ടും ഓയിൽ അബ്സോർബ് ചെയ്യും എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അങ്ങനെ അത് ഒരു 7 to 8 മിനിറ്റ്സ് ഞാൻ വെച്ചിരിക്കുകയാണ്. പാരലലി ഞാൻ ഡിന്നർ പ്ലസ് വെജിറ്റബിൾസും കൂടെ ഉണ്ട് കേട്ടോ എൻ്റെ ഡയറ്റിനകത്ത്. അപ്പം അതും കൂടെ ഇൻടേക്ക് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് നാളെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെക്കുകയാണ്. എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കേണ്ടത്, മേക്കപ്പ് സാധനങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങൾ മാറ്റി മാറ്റി വെക്കുകയാണ്. അതായത് മേക്കപ്പ്, സ്കിൻ കെയർ, അങ്ങനെ എന്തൊക്കെയോ അലവലാതി പ്രൊഡക്ട്സ് എല്ലാം ഞാൻ മാറ്റി മാറ്റി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സസ് എത്ര എണ്ണം എടുത്ത് വെക്കണം. അപ്പം ഫ്രൈഡേ ഒരെണ്ണം ഇട്ടുകൊണ്ട് പോകണം. പിറ്റേന്ന് സാറ്റർഡേ സൺഡേ നമ്മൾ രണ്ട് സ്ഥലങ്ങളിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ഡ്രസ്സ്, പിന്നെ മൺഡേയിലേക്കുള്ളത്, അങ്ങനെ കുറേ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഫ്രൈഡേ മോർണിംഗ് തന്നെ ചെയ്യാം. ബട്ട് അത് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് എന്താ പറയുക കൺജസ്റ്റ് ആയിപ്പോൾ. അതുപോലെ എനിക്ക് രാവിലെ ഓഫീസിൽ പോവുകയും വേണം, എനിക്ക് വർക്ക് ഉണ്ട്. പാരലലി ഞാൻ വർക്ക് ചെയ്യുന്നതുമുണ്ട്. ഞാൻ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ജിമ്മിൽ പോയിട്ട് പിന്നെ തിരിച്ച് വരികയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് ബാക്കി വർക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാരലലി വർക്ക് കൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ സാധനങ്ങളും അങ്ങോട്ട് അഴിച്ച് പെറുക്കി ഇട്ടേക്കുകയാണ്. അഴിച്ച് പെറുക്കി ഇട്ടിട്ട് ഞാൻ മറ്റേ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ, ബോക്സ് അല്ല, ആ ഒരു ഞാൻ അന്ന് മീഷോയിൽ നിന്ന് വാങ്ങിച്ചത് ഞാൻ കാണിച്ചു തന്നായിരുന്നു, ഒരു ബാഗ്. സോ ആ ബാഗിന് ഓരോ ബാഗ് എടുത്തിട്ട് ഞാൻ അതിനകത്തോട്ട് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഇരിക്കില്ലേ, അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മളുടെ ആ ഒരു സ്പാ മെഷീനും കൂടെയും തലയിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. സോ മേക്കപ്പ് ഒരു സ്ഥലത്ത്, നമ്മളുടെ വീട്ടിലിടുന്ന ഡ്രസ്സ്, അണ്ടർ ഗാർമെൻറ്റ്സ്, പിന്നെ നല്ല ഡ്രസ്സസ്, ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റിയ ടോപ്പ്, ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, അങ്ങനെ ഓരോന്നും ഞാൻ ഓരോരോ ഒരു പ്ലാസ്റ്റിക് പോലുള്ള ഒരു കവറിനകത്താക്കി വെക്കുകയാണ്. പിന്നെ ഡ്രസ്സസൊക്കെ എനിക്ക് തേക്കാനുണ്ടായിരുന്നു, അയൺ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം ഞാൻ അയൺ ചെയ്ത് വെച്ചു. അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇനി അയൺ മെഷീൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാനെല്ലാം അയൺ ചെയ്ത് വെച്ചു. പിന്നെ പെട്ടിയാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പോയപ്പം ബാഗായിരുന്നു കൊണ്ടുപോയത്. അപ്പം ബാഗ് കൊണ്ടുപോകുമ്പോഴത്തേക്കും നമ്മൾ ഈ ചെയ്ത് വെക്കുന്നതിന് ഒരു യൂസും ഇല്ല. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്തായാലും ചുളുങ്ങി മടങ്ങി ഒരു പരുവാവും. ഹലോ, അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിനകത്ത് വന്നിട്ട് എൻ്റെ ബ്യൂട്ടി എസെൻഷ്യൽസ് ആണ് കേട്ടോ. ആക്ച്വലി ടോണർ, സ്പ്രേ, ബോഡി ക്രീം, പൗഡർ, അതാണ് ഇതിനകത്ത് വന്നിട്ട്. അപ്പം നമ്മളെ സ്കിൻ കെയർ സാധനങ്ങളാണ് ഇത്. അപ്പം ടോണറും എൻ്റെ ഡിയോയും കുറച്ച് വലുതാണ്, അതുകൊണ്ടാണ് ഈ വലിയ ബാഗ് ഉപയോഗിക്കേണ്ടി വന്നത്. പിന്നെ ഇത് നമ്മളെ മേക്കപ്പ് ഐറ്റംസാണ്. എന്തൊക്കെയോ ഉണ്ട്. തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ചീപ്പ്, പിന്നെ എന്താ ബണ്ണ്, സിറം, ഹെയർ സിറം, പിന്നെ വൈറ്റമിൻ സി, അങ്ങനെ കുറച്ചധികം സാധനങ്ങളും അതിനകത്തുണ്ട്. പിന്നെ എനിക്ക് ടാബ്ലറ്റ്സ് ഉണ്ട്, അതായത് വൈറ്റമിൻ ഇയും അതുപോലെ തന്നെ വൈറ്റമിൻ സിയും ആ ടാബ്ലറ്റ്സ് ഉണ്ട്. പിന്നെ റോളോൺ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതിനകത്ത്. സെപ്പറേറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ തപ്പും, പക്ഷേ കുറച്ച് തപ്പിയാണ് തരും. സോ ഇതൊക്കെ നമ്മളുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ആണ്. അണ്ടർ ഗാർമെൻറ്റ്സും ഷോർട്ട്സും ഒക്കെയാണ്. ഇത് എൻ്റെ ടോപ്പുകളാണ് കേട്ടോ. ജീൻസിൻ്റെ ടോപ്പും പിന്നെ ഒരു സ്കേർട്ടിൻ്റെ ടോപ്പും, അതാണിത്. ജീൻസ് എല്ലാം ഞാൻ പെട്ടിക്കകത്ത് തന്നെ മടക്കി വെക്കാം. പിന്നെ ഇത് സാനിറ്ററി പാഡ് ഉണ്ട്. പിന്നെ നമ്മളുടെ ഈ നനവ് പറ്റുന്നത്, അതായത് എൻ്റെ ഡവിൻ്റെ ഫേസ് വാഷ് ചെയ്യാനായിട്ടൊരു സോപ്പും പിന്നെ ബോഡിക്ക് ചെയ്യേണ്ട ഒരു സോപ്പും പിന്നെ ബ്രഷ്, പേസ്റ്റ് ഞാൻ എടുത്തില്ല, പേസ്റ്റ് ആരെങ്കിലും കയ്യിൽ നിന്ന് എടുക്കാം. പിന്നെ ഉടുപ്പി മറ്റേ ചാർക്കോൾ പൗഡർ ഉണ്ടല്ലോ അത്. അപ്പോൾ അത്രയാണിത്. പിന്നെ ഇതെന്താ, ഇത് മേക്കപ്പാണ്. എനിക്കറിയില്ല, എനിക്ക് ഇത്രയും മേക്കപ്പ് സാധനങ്ങളുണ്ടായിരുന്നു. എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഇത്രയാണ് കേട്ടോ. അപ്പം എനിക്ക് വേറെ ഇവിടെ ഇനി എടുക്കാൻ എനിക്ക് ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. ഇതെൻ്റെ ബെൽറ്റാണ് കേട്ടോ. ഞാൻ പുതുതായിട്ട് ലുലു ഫാഷനിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്.
ഇതെങ്ങനെ ഊരുക? ഇങ്ങനെ ഊരുക, ഇത് ഇങ്ങനെ ഇടുക, പിന്നെ ഇവിടെ നമ്മൾ ലെന്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇത് ഞാൻ നാളെ ഇട്ടുകൊണ്ട് പോകുമെന്ന് വിചാരിക്കുന്നത്. അതല്ലെങ്കിൽ അതും കൂടെ ഞാൻ ചുമക്കണ്ടേ. ഇത് കുറച്ച് ടഫാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കെട്ടിയിലാക്കട്ടെ. അയ്യോ, എനിക്ക് മെസ്സേജ് വരും. ഇനി ഇരിക്കുമ്പോൾ എനിക്ക് മെസ്സേജ് വരും. 1 job completed. അങ്ങനെ എല്ലാം ഓരോരോ കമ്പാർട്ട്മെൻറ്റ് ബാഗിലാക്കി ഞാൻ വെച്ചു. അതിനുശേഷം ഞാൻ ബാഗിൽ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഞാൻ ജീൻസ് 2 എടുക്കുന്നുള്ളൂ കേട്ടോ. 2 ജീൻസ് എടുക്കാമെന്ന് വിചാരിച്ചു. 3 ദിവസം എല്ലാം ഉള്ളൂ. അപ്പം അങ്ങനെ വെച്ച് പോവാമല്ലോ. ഒരു ജീൻസ് 2 ദിവസം ഇടാമല്ലോ. പിന്നെ എനിക്കെല്ലാം കൂടി ഇങ്ങനെ ചുവന്നുകൊണ്ട് പോകാനും വയ്യ. ഞാൻ എങ്ങനെയൊക്കെ പാക്ക് ചെയ്താലും ഓവർ വെയിറ്റ് ആവും. അതായത് ഈ ഒരു പെട്ടി കൂടാതെ എനിക്കൊരു ബാഗും കൂടെ ഉണ്ട്. ബാഗിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ബട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ ബാഗ് 2 ബാഗായിരുന്നു. ഷോൾഡറിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കയ്യിൽ പിടിക്കാനും വേറൊരു ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ആയപ്പോഴത്തേക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. സോ ഇപ്പം പെട്ടി ആയതുകൊണ്ട് കുറേ കൂടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമാണ്. പിന്നെ ഞാൻ ചെരുപ്പ്, ഒരു ജോഡി ചെരുപ്പ് ഞാൻ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ഈ ഒരു ചെരുപ്പ്, പിന്നെ ബാത്റൂം ചപ്പൽ, അങ്ങനെ 3 ജോഡി ചെരുപ്പ് ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്താ, പിന്നെ മുകളിൽ ടവല്. പിന്നെ ഞാൻ ബാത്തിങ് ടവൽ എടുത്തായിരുന്നു. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ് നമുക്ക് ബുക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ നല്ല ടവലൊക്കെ കിട്ടും. പിന്നെ അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത ടവലൊന്നും കൊണ്ടുപോകേണ്ടി വരണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതും കൂടെ എടുത്ത് വെച്ചു. അതിനുശേഷം പിന്നെ ഞാനൊരു കഴിഞ്ഞ വർഷം ഞാൻ ഈ ബാഗ് മിസ് ചെയ്തു. ഞാൻ ഇങ്ങനൊരു ബാഗ് കൊണ്ടുപോയില്ല. വെറുതെ ചുമന്നുകൊണ്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് പൈസ, ഫോണ്, ഒരു കോമ്പ്, അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇത്രയും വലിയ ബാഗ് വേണ്ട. എന്നാലും കുഞ്ഞൊരു ബാഗ് എടുത്താലും നല്ലതായിരിക്കും. സോ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബാഗ് എല്ലാവരും കരുതിക്കോളൂ കേട്ടോ. പിന്നെ എനിക്ക് ട്രൈപോഡും കൂടെ വെക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്യാവശ്യം ഇത്തിരി വലിയൊരു ബാഗ്. ഇത് ഒരു സാധാ ബാഗിനെക്കാട്ടി കുറച്ചുകൂടെ വലുതാണ്. അതും വെച്ചു. പിന്നെ ഇത് ലോക്ക് ചെയ്യാൻ പറ്റുന്ന സ്കൈ ബാഗിൻ്റെയാണ്, അതും സെറ്റാക്കി. അതിനുശേഷം പിന്നെ നമ്മളുടെ സ്ഥിരം പരിപാടി ഹെയർ മാസ്കും ഫേസ് മാസ്കും ഇടാമെന്ന് വിചാരിച്ചു. സോ ഇതൊരു ഫേസ് മാസ്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്. ഇത് ഞാനിങ്ങനെ ഒരു മിക്സി ഒരു ജ്യൂസ് ആക്റ്റീവ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഞാൻ ജസ്റ്റ് മേടിച്ചായിരുന്നു. സോ അതിന് 4 ജാറുകൾ വരും. അപ്പോൾ 2 ജാറ് ഒരുപോലുള്ളതാണ്, മറ്റേ ജാറ് കുറച്ചുകൂടെ ലെന്തുള്ളതാണ്. സോ ഞാൻ ആ ഒരു ജാറിനകത്ത് നമ്മൾക്ക് ഇടാനുള്ള കുറച്ച് പൊടികൾ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അതായത് ഞാനിവിടെ ഇട്ട് മിൽട്ടി ഇട്ടു, നെക്സ്റ്റ് പയറുപൊടി ഇട്ടു, തൈര് ഒഴിച്ചു. അപ്പോൾ അത് 3ഉം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ അത് ഒരു ഫേസ് പാക്കായിട്ട് ഞാൻ മാറ്റി വെച്ചു. അടുത്തത് ഹെയർ മാസ്കിന് വേണ്ടി ആസ് യൂഷ്വൽ ഞാൻ യൂസ് ചെയ്യുന്ന പോലെ എഗ്ഗിൻ്റെ വൈറ്റ് എടുത്തു. പിന്നെ ഏതെങ്കിലും ഒരു ഹെയർ മാസ്ക്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹിമാലയയുടെ ഹെയർ മാസ്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ആക്ച്വലി അതത്ര നല്ലതല്ല. ഓക്കെ, അത് ഭയങ്കരമായിട്ട് ഫ്രിസ് ആക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു ടിപ്പ് കൂടെ തരാം കേട്ടോ, അത് പിന്നെ പറയാം. ഓക്കെ, അങ്ങനെ ഇതിനകത്ത് ഞാനിപ്പം ജോവിസിൻ്റെ ഹെയർ മാസ്കാണ് യൂസ് ചെയ്യുന്നത്. അതും മുട്ടയുടെ വെള്ളയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പതപതാന്നിരിക്കും. എന്നിട്ട് അത് നമ്മളുടെ ഹെയറിൽ തേക്കാം. ഞാൻ പറയാവുന്ന ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഹെയർ മാസ്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് ഭയങ്കര എഫക്റ്റീവാണ്. സീരിയസ്ലി നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റീവാണ്. അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഈ ഹെയർ മാസ്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ അത് ഡ്രൈ ആക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്ട്രെയിറ്റ്നറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഞാൻ വാങ്ങിച്ച ബ്രഷ് പോലുള്ള സ്ട്രെയിറ്റ്നർ ഉണ്ടല്ലോ, അതോ എന്തെങ്കിലുമൊക്കെ വെച്ച് നന്നായിട്ട് പിടിച്ച് അത് സെറ്റ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഹെയർ അത് നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അതല്ല നമ്മൾ കിടന്ന് ഉറങ്ങി പിറ്റേന്ന് രാവിലെ ഇത് സെറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഒരു വിധേന അത് സെറ്റ് ആവത്തുമില്ല. നമ്മൾ ആ ഹെയർ മാസ്ക് ഇട്ടതിൻ്റെ ആ ഒരു ഗുണം നമുക്ക് കിട്ടത്തുമില്ല. ഹെയറിന് ഗുണം ഉണ്ടാവും, അത് വേറെ കാര്യം. ബട്ട് അല്ലാണ്ട് നമ്മൾ ഹെയർ സെറ്റിങ്ങിന് ഇത് നല്ലതായിരിക്കില്ല. സോ അത് ഒരു പ്രോ ടിപ്പാണ് കേട്ടോ. വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ യൂസ് ചെയ്തോളൂ. പിന്നെ ഞാൻ ഫേസ് മാസ്കൊക്കെ ഇട്ടു, ഒരു കുളിയൊക്കെ കഴിഞ്ഞു സെറ്റായിട്ട്.
പിന്നെ ഞാൻ ഹെയർ നന്നായിട്ട് ഡ്രൈ ആക്കണം. ഈ ഒരു ടവൽ യൂസ് ചെയ്തിട്ട് ഹെയർ നന്നായിട്ട് ഡ്രൈ ആക്കുകയാണ്. ഹെയർ നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം ഞാൻ മറ്റേ സ്ട്രെയിറ്റ്നർ വെച്ച് നന്നായിട്ട് പിടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ കിടന്നുറങ്ങിയത്. പിന്നെ ഞാൻ ഈ ഒരു ഓർഡിനറിയുടെ ഒരു പീൽ ഓഫ് മാസ്ക് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മളുടെ എന്താ ബ്ലഡ് സ്റ്റെയിൻ പോലെയാണ് അതിൻ്റെ വരുന്നത്. അപ്പോൾ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഒരുപാട് എമൗണ്ട് എടുക്കണ്ട, ഭയങ്കര മിനിമം എമൗണ്ട് എടുത്താൽ മതി. മിനിമൽ എമൗണ്ട് എടുത്തിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം അത് ഒരു 10 മിനിറ്റ്, എനിക്ക് 10 മിനിറ്റ് ഒന്നും വെക്കാൻ പറ്റില്ല കേട്ടോ, 5 to 6 മിനിറ്റ്സ് എനിക്ക് വെക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം അത് ഒരു വെറ്റ് ടിഷ്യൂ കൊണ്ടിട്ട് നന്നായിട്ട് തുടച്ച് കളയാം. ഓക്കെ, അപ്പോൾ ഞാൻ അതും കൂടെ ചെയ്തായിരുന്നു. സൺ ടാൻ ഉണ്ടെങ്കിൽ അത് പോവാനൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം, ഓർഡിനറിയുടെ പീൽ ഓഫ് മാസ്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങി. അത്രയേ ഉള്ളൂ കേട്ടോ, എനിക്ക് ബാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം നെക്സ്റ്റ് ഡേയിൽ ഞാൻ ഓഫീസിൽ പോയിട്ട് വന്നിട്ട് ഞാൻ ഞങ്ങൾ ട്രിവാൻഡ്രത്ത്, ആക്ച്വലി ഞങ്ങളുടെ ട്രെയിൻ 5:30 സോ ആ ഒരു സമയമായപ്പോഴത്തേക്ക് ഞങ്ങൾ സെൻട്രലിൽ വന്നു. പിന്നെ AC കമ്പാർട്ട്മെൻറ്റിലായിരുന്നു, 3rd AC അപ്പോൾ അവിടെ വന്നു സീറ്റൊക്കെ പിടിച്ചു, അവിടെ ഇരുന്നു. ഞങ്ങൾ 3 പേരാണ് ട്രിവാൻഡ്രത്ത് നിന്ന് കയറുന്നത്. ഒരാൾ ബാംഗ്ലൂർ തന്നെയാണ് ആൾ. അപ്പോൾ ആൾ തന്നെ അവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ യാത്ര പയ്യെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഞാൻ പോയിട്ട് കുറച്ച് നാളായിട്ട് ട്രിപ്പ്, ഞാൻ ഇൻഫിൽ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ ട്രിപ്പ് പോയിട്ടില്ല. അപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സ്, ആക്ച്വലി ഞാൻ ഡയറ്റാന്ന് പറഞ്ഞിട്ട് ഞാൻ സ്നാക്സ് ഒന്നും മേടിക്കേണ്ടെന്ന് ഇവരോട് പറഞ്ഞിട്ട് ഇവർ വാങ്ങിച്ച സ്നാക്സ് മൊത്തം ഞാൻ ഇരുന്ന് കഴിച്ചു. ഒരു ഡയറ്റും ഉണ്ടായിരുന്നില്ല. പിന്നെ നൈറ്റിലേക്ക് അവർ നൂഡിൽസ് മേടിച്ചിട്ടുണ്ട്, ഞാൻ അതിൽ നിന്നും കഴിച്ചു. എല്ലായിടത്തുനിന്നും ഞാൻ കഴിച്ച എൻ്റെ ഡയറ്റ് ഞാൻ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഡയറ്റീഷ്യൻ്റെ അടുത്ത് പറഞ്ഞു, ബട്ട് ആൾ പറഞ്ഞു കുഴപ്പമില്ല, മാക്സിമം ഷുഗർ കട്ട് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് അതുപോലും ചെയ്യാൻ പറ്റിയില്ല. അത് പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നു, പക്ഷേ ഞാൻ ചെയ്തില്ല, അത്രയാണ്. പിന്നെ ഞാൻ ലോവർ ബർത്തിലായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് കിടക്കാം എന്നുള്ളൊരു പ്ലാനിങ് ആണ്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം നാളെ രാവിലെ ഒരു 10 മണിയാകുമ്പം ബാംഗ്ലൂർ എത്തും. അപ്പം ബൈ.